എപ്പോഴും ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോഴാണ് ലൈഫിലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞു പോകുന്നതിനെ പറ്റിയാണ് സിപ്പ് ലോക്ക്. ഡെയിലി ലൈഫിൽ ജാക്കറ്റ്സിലാവട്ടെ, ബാഗിലാവട്ടെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലാവട്ടെ, അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ഈ സിപ്പ് ലോക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ഇതൊരു വലിയ ടെക്നോളജി ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇതറിയാൻ നാസയുടെ എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട. ബട്ട് നാസയിൽ ഇതില്ലാതെ പലതും നടക്കില്ല. ഇതൊരു 100 വർഷം പഴക്കമുള്ള എഞ്ചിനീയറിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏകദേശം 1851 ഇതിന്റെ ആദ്യ രൂപം എലിയാസ് ഹൗ കൊണ്ടുവരുന്നത്. അദ്ദേഹം നമ്മുടെ സ്വിംഗ് മെഷീനൊക്കെ കണ്ടുപിടിച്ച ആളാണ്. ഇതൊരു ചെറിയ ടെക്നോളജി അല്ലേ എന്ന് ചോദിച്ചാൽ, പക്ഷേ നമുക്കൊരു സിപ്പ് ലോക്ക് ഫെയിലായ എന്താ സംഭവിക്കുക? കൂടിപ്പോയാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ബാഗിനൊക്കെ ലോസ്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ജീൻസിലേക്ക് ആണെങ്കിൽ കുറച്ച് മാനഹാനി വരും കേസ്. പക്ഷേ ഈ സെയിം സിപ്പ് ലോക്ക് ഫെയിലായ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന ചില കേസുണ്ട്. അതാണ് ഞാൻ നാസയുടെ കാര്യം പറഞ്ഞത്. നാസയിലെ സ്പേസ് സ്യൂട്ട്സിൽ ഉപയോഗിക്കുന്നത് ഹൈടെക് സിപ്പേഴ്സ് ആണ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഓക്സിജൻ ലീക്ക് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവർ സ്പെഷ്യലി എയർ ടൈറ്റ് ആയിട്ടുള്ള സിപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ സിപ്പ് ലോക്ക് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ആയില്ലെങ്കിൽ ഈ ബോഡി ടെമ്പറേച്ചർ ഒന്നും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ ഓസ്ട്രോണോട്സിനൊക്കെ ലൈഫിന് വരെ ഇഷ്യൂ ഉണ്ടാകാം. നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾക്ക് പോലും ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് അല്ലേ ഉള്ളത്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ സ്പേസിലായിരിക്കുമല്ലേ ജീവിക്കുന്നത്. സ്പേസ് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കൂ. ടാറ്റാ, ബൈ ബൈ.